തിരുവചനം തിരുവതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്ക് കർത്താവെ, സ്തോത്രം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശേഷറുസുതാം നാഥ കർത്താവെ, ഈ വർഷത്തിൻ്റെ ഈ നാളുകൾ എത്രയും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും കർത്താവെ, നോയമ്പ് കാലത്തിൽ ഈ ദിവസം വരെ ഞങ്ങളെ വഴിയെടുത്ത നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവെ കർഷാന വാഴ്ചയിലേക്ക് ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ കൃപയുടെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തുവാൻ കർത്താവെ യഥാർത്ഥമായ നോമ്പിൻ്റെ വ്യതിയാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എന്നയുടെ ഈ ശുശ്രൂഷയിൽ കൂടെ കർത്താവ് തൻ്റെ വചനം ജനത്തെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, എവിടെയാണ് വീഴ്ചകളെന്ന് മനസ്സിലാക്കി കർത്താവ് മനസ്സാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോയമ്പിൽ വ്യക്തതയോടെ എങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി നോയമ്പിൻ്റെ യഥാർത്ഥമായ മൂല്യത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് പ്രാർത്ഥന കൂടുതലായിട്ട് അടുക്കുവാൻ ആ ബന്ധത്തിൽ നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അടിയനെ നിന്റെ കരൾ സർപ്പിക്കുന്ന അങ്ങയുടെ ശ്രേഷ്ഠ കൃപകള അടിയൻ്റെ നാവോട് ഒന്ന് കണ്ടെത്തോ ശബ്ദമോ വാക്കുകളോടുണ്ട് ജനം അങ്ങയുടെ വചനം അങ്ങയുടെ ഏറ്റവും ലളിതമായി ഈ വചനം തൻ്റെ ജനത്തിൽ എത്തിക്കാൻ, ആ വചനത്തിൽ അവരെ ബലപ്പെടുത്താൻ, അവർക്ക് സാന്ത്വനം സമാധാനം അനുഭവമാക്കാൻ വചനം ഇടയാക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്ന നിന്റെ കൃപയും സാധ്യത ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സാക്ഷിക്കുന്നു ദാവോ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പുനാത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നോയമ്പ് കാലത്തിൻ്റെ ഈ ദിവസങ്ങൾ എത്രയും ദൈവം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുവാൻ ഇടയാക്കി. ഒരു ദിവസം കഴിയുമ്പോൾ നാം ഓശാന പെരുന്നാളിലേക്ക് കടന്നു വരുന്ന ദിവസമാണ്. ഓശാന പെരുന്നാൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ആംഗ്ലിക ഭാഷയിൽ പറയുന്നത് ട്രയംഫൻ എൻട്രി, അല്ലെങ്കിൽ ഒരു രാജകീയമായ വരവേൽപ്പാണ്. നാം അതിനെക്കൊട്ടി വർഷങ്ങളായി ഓശാന പെരുന്നാളിൽ നാം സംബന്ധിക്കാറുണ്ട്. അതിൻ്റെ എല്ലാ കാര്യത്തിലും ആ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ നാം പല കാര്യങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ പലപ്പോഴും സഭാ ശുശ്രൂഷകളിൽ അതിൻ്റേതായ ചടങ്ങുകളുടെ നിമിത്തം എല്ലാ വർഷവും കേൾക്കുന്ന ദൂത് ഒന്നാണെങ്കിൽ പോലും എല്ലാ വർഷവും അതിലെന്തെങ്കിലും ഒരു മാറ്റം കാണും. അത് മനസ്സിലാക്കാൻ പലപ്പോഴും നാം കഴിയാതെ ആ ഓശാന പെരുന്നാളുകളിൽ സംബന്ധിച്ച് കടന്നു പോകുന്ന വെറും ഒരു ആചാര അനുഷ്ഠാന ക്രമമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ജനം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നോയമ്പ് കാലവും കഷ്ടാനുഭവം ഒക്കെ സഭകൾ ഒരുക്കിയിരിക്കുന്നത് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും, കർത്താവ് എന്തിന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നെന്നും അതോട് താതാത്മ്യം പ്രാപിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കൂടിയാണ്. മാറ്റം എന്ന് പറയുന്ന ഭാവുകീയമായുള്ളൊരു മാറ്റമല്ല. അതായത് നോയമ്പ് കാലത്തിൽ നാം പല കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് നമ്മുടെ ഒരു വെയിറ്റ് കുറയുന്നതല്ല. അതിനെക്കാട്ടി ഒരു ആന്തരികമായൊരു മാറ്റം, ആത്മീയ തലത്തിലൊരു മാറ്റം, കൂടുതലായിട്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ, കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ, കർത്താവിൻ്റെ സ്നേഹവും സ്വാതന്ത്ര്യവും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഈ നോയമ്പ് കാലം നമ്മളെ ഒരുക്കേണ്ടതാണ്. പക്ഷേ ഈ നോയമ്പിൻ്റെ ഈ അവസാന ആഴ്ചയിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഒന്ന് പുറമോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നാം നോയമ്പ് ആരംഭിച്ച ദിവസം മുതൽ ഇന്ന് വരെ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിഞ്ഞതെന്നൊന്ന് ചിന്തിക്കണം. കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നാം വളരുകയാണെങ്കിൽ, കർത്താവ് എന്നും കൂട്ടാളിയായി എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയമകന്ന് ആ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയും. ഓശാന പെരുന്നാൾ യഥാർത്ഥത്തിൽ ഭയത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നാം ചിന്തിക്കും, എവിടെയാണ് ഭയം? രണ്ട് പ്രധാനമായ കാര്യങ്ങളാണ് ഓശാന പെരുന്നാളിൽ നടക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ യെരുശലേമിലൊക്കെ വരവേൽപ്പും കർത്താവിനെതിരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പരീശന്മാരുടെ ചിന്തകളിൽ വരുന്ന മറ്റൊരു കാര്യമാണ്. ഇത് രണ്ടും ഭയത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 12:19 ഇപ്രകാരമാണ് പറയുന്നത്:
ആകയാൽ പരീശന്മാർ പരസ്പരം ആകയാൽ പരീശന്മാർ പരസ്പരം നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. അതായത് കർത്താവിൻ്റെ യെരൂശലേമിലേക്കുള്ള വരവേൽപ്പ് കണ്ട് അതിൻ്റെ ഏറ്റവും അവസാനം പരീശന്മാർ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി. കർത്താവിനെ ദ്രോഹിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെങ്കിലും നിർത്തുവാൻ പലവിധമായ പരിശ്രമങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ലാസറിനെ ഉയർപ്പെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞുള്ള മുമ്പോട്ടുള്ള കാര്യത്തിൽ വരുന്നതാണ് കർത്താവിൻ്റെ വരവേൽപ്പ്, ഒരു രാജകീയമായ വരവേൽപ്പ് യെരൂശലേം ദേവാലയത്തിലേക്ക്. ആ വരവേൽപ്പിൽ അന്ന് അനേക ജനങ്ങൾ അവിടെ ഹോശന്ന പാടുകയും കർത്താവിനെ വരവേൽക്കുകയും ചെയ്തത് കണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്, ഒരു ഭയത്തിൻ്റെ പ്രതികരണമാണ്. കാരണം കർത്താവിനെ രാജാതിരാജാവായി സ്വീകരിച്ച് ജനം കർത്താവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ അവരുടേതായ അധീനത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദ സമുദായം അവരുടെ അധീനതയിൽ നിന്ന് മാറിപ്പോകുമെന്നും അവർക്ക് അവരെ ഭരിക്കുവാൻ കഴിയുകയില്ല, ആത്മീയമായ ഒരു ഭരണമാണ് അത്, അവരെ ഭരിക്കുവാൻ കഴിയുകയില്ലെന്നുള്ളൊരു ചിന്തയാണ് ഇപ്രകാരം ഒരു പ്രതികരണത്തിൽ അവരുടെ വാക്കുകൾ വരുവാൻ ഇടയാകുന്നു. പറയുന്നത് എന്താ? നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ പ്രതിസന്ധിയിലാക്കുവാൻ കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ അവർ ഇത് പറയുവാൻ ഇടയാകും, നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല. കാരണം കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഭയപ്പാടിനെ അതിജീവിച്ച് മുന്നേറുമ്പോൾ നമുക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന ഏത് സാഹചര്യമായാലും അതൊന്നും നമ്മളെ തൊടുവാൻ കഴിയുകയില്ലെന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ ആദ്യ കാര്യങ്ങളൊന്ന് വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 12:13 വായിക്കുമ്പോൾ, അടുത്ത ദിവസം പെരുന്നാളിന് വന്ന ഒരു വലിയ ജനക്കൂട്ടം യേശു യെരൂശലേമിലേക്ക് വരുന്നുവെന്ന് കേട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ ചെന്നു. ഹോശന്ന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ചു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ചു. അപ്പോൾ ആ പെസഹ പെരുന്നാളിനായി കടന്നു വന്ന ജനം കർത്താവ് അവിടെ കടന്നു വരുന്നെന്ന് മനസ്സിലാക്കി ഉള്ളൊരു പ്രതികരണമാണ് കാണിക്കുന്നത്. ഒരു വലിയ ജനക്കൂട്ടം യേശു യെരൂശലേമിലേക്ക് വരുന്നത് കേട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേറ്റ്, ഹോശന്ന ഇസ്രായേലിന്റെ രാജാവായ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ചു. അപ്പോൾ കർത്താവിനെ അവിടെ വരവേൽക്കത്തക്കോളം ഒരു ജനസമൂഹം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ 12:14-15 വായിക്കുമ്പോൾ, യേശു ഒരു ചെറിയ കഴുതയെ കണ്ട് അതിന്റെ പുറത്ത് കയറി സീയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ഏറ്റവും ലളിതമായി വലിയ അതിൻ്റെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കത്തക്കോണം ആ ഒരു പ്രവർത്തനത്തെ പറ്റി മാത്രമാണ് അവിടെ എഴുതുന്നത്. അല്ലാതെ ആ കഴുതക്കുട്ടിയെ എങ്ങനെ കിട്ടി അതൊന്നും എഴുതാറില്ല. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 11:2-3 വായിക്കുമ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും
കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്തിന് ഇത് ചെയ്യുന്നത് എന്തിന് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. അവൻ ഉടനെ അതിനെ ഇങ്ങോട്ട് അയക്കും. ഈ വേദവാക്യത്തിൽ 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഒന്ന്, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ പറ്റിയാണ് പറയുന്നത്. അതായത് മെരുക്കാത്ത ഒരു കഴുതക്കുട്ടിയെ, കഴുതയുമല്ല, കഴുതക്കുട്ടിയാണ്. നമുക്കറിയാം, ഏത് മൃഗമായാലും അതിനെ മെരുക്കിയില്ലെങ്കിൽ അതിനെപ്പോഴൊരു ഭയപ്പാടുണ്ട്. എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് കഴുതയായാലും മറ്റ് മൃഗങ്ങളായാലും മനുഷ്യൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനൊരു ഭയപ്പാട് കാണും. ഇവിടെ പറയുന്ന ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയുവാൻ കഴിയില്ല. അതുമാത്രമല്ല, ആ യജമാനൻ അതിനെ എതിരേറ്റാൽ അവിടെ എന്തു പറയണമെന്ന് പോലും കർത്താവ് അവരോട് പറഞ്ഞയക്കുന്നുണ്ട്. അതായത്, ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. കർത്താവിന്. അത് കഴിയുമ്പോൾ അവൻ ഉടനെ അതിനെ ഇങ്ങോട്ട് അയക്കും. കർത്താവ് അവരോട് പറയും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് എന്നെയും നിങ്ങളെയും കൊണ്ട് ആവശ്യമുണ്ടെന്ന് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നാം എത്രമാത്രം സ്വതന്ത്രമായി കർത്താവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ കഴിയുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. കർത്താവിൻ്റെ ആഹ്വാനം എന്നോടും നിങ്ങളോടുമാണ്. പ്രത്യേകിച്ച് ഒരു നോയമ്പ് കാലത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് ഓശന്ന ഓശന്ന എന്ന് പാടി ആർത്ത് വിളിച്ച് നമ്മൾ ദേവാലയത്തിൽ ആ ആരാധനാക്രമങ്ങളിൽ എല്ലാം സംബന്ധിക്കുമ്പോൾ കർത്താവ് ഇന്ന് ചോദിക്കുന്നത്, ഈ ഓശന്ന പാടുന്ന ജനത്തോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി കഴുതയാകുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മുമ്പിലൊരു കാര്യമുണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. 11:4-5 പറയുന്നത്, അവർ പോയി പുറത്ത് തെരുവിന്റെ വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അപ്പോൾ കർത്താവ് ഒരു വ്യക്തിയെ തൻ്റെ വേലയ്ക്കായി ഒരുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ ആഹ്വാനം നമുക്ക് ലഭ്യമാകും. ആ ആഹ്വാനം കേട്ട് നാം ഇറങ്ങിത്തിരിക്കാതെ നമ്മുടേതായ ജീവിത സാഹചര്യത്തിൽ നിലനിൽക്കുവാൻ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും കർത്താവിന് നമ്മളെ ഉപയുക്തമാക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ ആഹ്വാനം കേൾക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും വിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ടാണ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. എന്നെയും നിങ്ങളെയും വിളിച്ചു കഴിയുമ്പോൾ ഒരിക്കലും വെറുക്കാത്ത കഴുതക്കുട്ടിയെ എപ്രകാരം കഴുതക്കുട്ടി കർത്താവിനെ വഹിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് കടന്നുവോ, അപ്രകാരം കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഭയപ്പാടിനെ മാറ്റി കർത്താവിൻ്റെ വലിയ സാക്ഷികളായ അനേകരുടെ മുമ്പിൽ നാം സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ, കർത്താവിൻ്റെ വേലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അതിടയാക്കും. പക്ഷെ ഇന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ നാം എങ്ങനെ മുമ്പോട്ട് വരുമെന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. നാം ആദ്യം വായിച്ചത് യഹൂദ സമുദായത്തിൻ്റെ പരീശന്മാരുടെ ജീവിതത്തിൽ കർത്താവ് രാജാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അധീനത്തിലായിരിക്കുന്ന ജനം അവരുടെ കരങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുള്ളൊരു ഭയം. ഇവിടുത്തെ മറ്റൊരു ഭയമുള്ള കാര്യത്തിൽ കർത്താവ് അതിൻ്റെ മേൽ, കഴുതക്കുട്ടിയുടെ മേൽ കയറി കഴിയുമ്പോൾ ആ കഴുതക്കുട്ടിക്ക് ഭയമില്ലെന്ന് മാത്രമല്ല, കർത്താവിനെ വഹിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് കടന്നു വരുന്ന അവസ്ഥ. ആ കർത്താവ് കൂടെയുള്ളപ്പോൾ ആ കഴുതയുടെ ജീവിതത്തിൽ ആകുന്നൊരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം.
ഈ 11:7-8 വായിക്കുമ്പോൾ അവർ കഴുതക്കുട്ടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവർ കഴുതക്കുട്ടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. തങ്ങളുടെ വസ്ത്രം അതിന്റെ മേൽ ഇട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് വൃക്ഷശാഖകൾ വെട്ടി വഴിയിൽ വിതറി. മറ്റു ചിലർ പറമ്പുകളിൽ വൃക്ഷശാഖകൾ വെട്ടി വഴിയിൽ വിതറി. അവിടെ നടക്കുന്ന ഒരു സാധാരണ കഴുതക്കുട്ടി, ആ കഴുതക്കുട്ടിയെ മാനിക്കുന്ന അവസ്ഥയിലാണ് അവിടെ കാണുവാനിടയുന്നത്. കഴുതക്കുട്ടിയുടെ മേൽ അവരുടെ വസ്ത്രങ്ങൾ ഇടുന്നു, കർത്താവ് കയറുന്നു. അതുമാത്രമല്ല, നടന്നു പോകുന്ന പാതയിൽ അവരുടെ വസ്ത്രങ്ങളും വൃക്ഷ ശകലങ്ങളും ഒക്കെ വിരിക്കുന്നു. അവരാരെയാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്? കർത്താവിനെയാണ്. പക്ഷെ കർത്താവ് കയറിയിരിക്കുന്നത് എന്തിന്മേലാണ്? ഒരു കഴുതക്കുട്ടിയുടെ മേൽ. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നാമും മാനിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ലോകം മാനിക്കുന്നത് പോലല്ല, ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ എന്ത് ചെയ്യണം? എസ്തറിന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഹാമാൻ പറയുന്ന അവസ്ഥ, അത് മൊർദെഖായിയെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഹാമാന്മാരുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, നാം സ്വയം കർത്താവിന് വേണ്ടി സമർപ്പിച്ചുള്ള ജീവിതമായി തീരുമ്പോൾ, ആ കർത്താവിലേക്ക് പൂർണ്ണമായി നമ്മളെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ, കർത്താവ് എൻ്റെ മേൽ കയറി കഴിയുമ്പോൾ എന്നെ മാനിക്കുന്ന ഒരു ജനസമൂഹത്തിലേക്ക് കർത്താവ് നയിക്കുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ അത് നടക്കണമെങ്കിൽ നമുക്ക് അപ്രകാരം ഒരു താഴ്മയുടെ ആവശ്യമുണ്ട്. കഴുതക്കുട്ടി എന്ന് പറയുന്നത് ആരും അത്രമാത്രം ബഹുമാനിക്കുന്നതോ ഒരു മൃഗമേ അല്ല. കഴുത എന്ന് പറഞ്ഞ ഒരു ബഹുമാനമില്ലാത്ത മൃഗമാണ്. അതാണ് കർത്താവ് തൻ്റെ വാഹനമായി സ്വീകരിക്കുന്നത്. കാരണം എന്താണ്? എന്നെയും നിങ്ങളെയും ഒരു വില കൽപ്പിക്കാത്തതിന് വില നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഈ നോയമ്പ് കാലത്തിൽ നാം ഈ ദിവസം വരെ കടന്നു വന്നിരിക്കുന്നു. ഒരു ഓശന്ന പെരുന്നാളിനായി നാം ഒരുങ്ങുന്ന ഈ ദിവസത്തിൽ, ആ ഓശന്നയിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നടക്കുവാൻ കഴിയും. ഒന്ന്, ആ പരീക്ഷൻ്റെ അവസ്ഥയാണോ എന്നൊന്ന് ചിന്തിക്കണം. അതായത് എല്ലാവരും എന്തുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ചോദ്യമാണെന്നോ, അതോ എന്നെ തന്നെ കഴുതയായി കർത്താവിന് സമർപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ മഹത്വത്തിനായി നാം പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി തീരുമോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 11:9-10 വായിക്കുമ്പോൾ, മുമ്പും പിമ്പും നടന്നവർ ഹോശന്ന ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം, വരുവാനിരിക്കുന്ന രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, വരുവാനിരിക്കുന്ന രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അതിനു മുമ്പ് തൻ്റെ പിതാവായ ദാവീദിന്റെ രാജ്യത്ത് നിലനിർത്തത്തക്കോണം. ദൈവസന്നിധിയിൽ നിന്ന് അറ്റുപോയ ജനസമൂഹത്തെ സ്വയം കടന്നു വന്ന പുത്രൻ അവരെ വീണ്ടെടുക്കത്തക്കോണം, രാജ്യത്ത് എന്നേക്കും നിലനിർത്തത്തക്കോണം ഉള്ള പരിശ്രമത്തിൻ്റെ ആരംഭമാണത്. പക്ഷെ ആരംഭം കുറിക്കുന്നത് എങ്ങനെയാണ്? യുദ്ധത്തിൽ ജയവീരനായി കടന്നു വരുന്ന ഒരു കഴുതപ്പുറത്താണോ? അല്ല, ആരും കയറാത്ത ഒരു കഴുതയാണ് ഉപയുക്തമാക്കുന്നത്. നാം കുതിരകളെയാണ് എപ്പോഴും യുദ്ധത്തിൽ ജയിച്ച് യുദ്ധവീരനായി കടന്നു വരുന്നവർ ഏറ്റവും മേന്മേറിയ ഒരു കുതിരയുടെ മേളിലായിരിക്കും അവർ കടന്നു വരുന്നത്. പക്ഷെ ഇവിടെ കർത്താവിൻ്റെ രാജ്യത്വം സ്ഥാപിക്കുവാൻ കർത്താവ് ഉപയുക്തമാക്കുന്നത് ഒരു കഴുതയാണ്. ആരും വില കൊടുക്കാത്ത ഒരു കഴുത, ആരും കയറാത്ത ഒരു കഴുതക്കൊട്ടി. അതാണ് കർത്താവിൻ്റെ ആഹ്വാനം എന്നോടും നിങ്ങളോടും. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ എനിക്കൊരു യോഗ്യതയില്ല, എനിക്കൊരു വിലയില്ല, സമൂഹത്തിലും കുടുംബത്തിലും ഒരു യോഗ്യതയും വിലയുമില്ലായിരിക്കും. പക്ഷെ കർത്താവിനായി കഴുതയായി ഇറങ്ങുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് തന്നെ ഉയർത്തും. കർത്താവ് ഉയർത്തി കഴിയുമ്പോൾ സ്വയമായി നടക്കുവാൻ ഇടയാക്കിയാൽ അവിടെ ഒരു വിലയും കാണുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക.
ഐതിഹ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴുത രണ്ടാമത് ആ യെരൂശലേമിൽ നിന്ന് തനിയെ കടന്നു വന്നപ്പോൾ ആ കഴുത എല്ലാവരും ഓടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ കഴുതയുടെ മേളിൽ കർത്താവ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്ന് ജനം മനസ്സിലാക്കുമ്പോൾ നമ്മളെ അവർ സ്വീകരിക്കും, ബഹുമാനിക്കും. കർത്താവില്ലാതെ ഞാൻ എന്തു പറഞ്ഞാലും എങ്ങനെ പ്രവർത്തിച്ചാലും ആ ബഹുമാനമോ സ്വീകാര്യമോ ഉണ്ടാകുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 12:16 ഇപ്രകാരമാണ് പറയുന്നത്. അത് അവന്റെ ശിഷ്യന്മാർ ആദ്യം ഗ്രഹിച്ചില്ല. അത് അവന്റെ ശിഷ്യന്മാർ ആദ്യം ഗ്രഹിച്ചില്ല. യേശുവിന്റെ തേജസ്കരണത്തിന് ശേഷം യേശുവിന്റെ തേജസ്കരണത്തിന് ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്നും അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തുവെന്നും അവർക്ക് ഓർമ്മ വന്നു. തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തുവെന്നോ അവർക്ക് ഓർമ്മ വന്നു. അത് എന്താണ് പറയുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ സക്രിയ പ്രവാചകന്റെ പുസ്തകം 9:9 അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സിയോൻ പുത്രിയെ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. യെരൂശലേം പുത്രിയെ, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും അവൻ നീതിമാനും ജയശാലിയും ജയശാലിയും താഴ്മയുള്ളവനുമായി താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. സക്രിയ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ആ പ്രവാചക ശബ്ദമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ചെറു കഴുതപ്പുറത്ത്, ആരും കയറാത്ത ചെറു കഴുതപ്പുറത്ത്. നോയമ്പിൻ്റെ അവസാന നാളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യഥാർത്ഥമായ നോയമ്പൊരു മാറ്റം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ രക്തത്താൽ വീണ്ടെടുത്തൊരു ജനമായിരിക്കുമ്പോൾ ആ ജനം യഥാർത്ഥമായി കർത്താവിൻ്റെ വീണ്ടെടുപ്പിനൊത്തവണ്ണൊരു ആ ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് നമ്മുടെ സുഖസൗകര്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാനല്ല, ലോകത്തിൻ്റെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറകളെ കർത്താവിലേക്ക് വീണ്ടെടുക്കുവാനുള്ളൊരു പരിശ്രമത്തിൻ്റെ ആരംഭം കുറിക്കണം. അതിന് കുറിക്കണമെങ്കിൽ ഈ നോയമ്പ് കാലത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്നും ആ കർത്താവിൻ്റെ ഒരു പ്രവർത്തകനായി ഞാൻ മുന്നേറുമെന്നുള്ള കാഴ്ചയോട് വെക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ ഉപയുക്തമാക്കുക മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വമുള്ള രാജ്യത്തിലേക്കുള്ള പ്രവർത്തനത്തെ നാം കൂടുതലായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 12:17-18 വായിക്കുമ്പോൾ അവൻ ലാസറിനെ കല്ലറിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അത്ഭുതം പ്രവർത്തിച്ചുവെന്നും ജനങ്ങൾ കേട്ട് അവനെ എതിരേറ്റ് ചെന്നു. അപ്പോൾ ആ ഒരു മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവിനെ കാണുവാനാണ്, അതായത് അന്ന് വരെ നടക്കാത്തൊരു പ്രവർത്തനമാണ് അത്. മരിച്ചവരെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മരണത്തെപ്പറ്റി ഉയർത്തെഴുന്നേൽപ്പറ്റി ആദ്യം കാണിക്കുന്ന ഒരു അത്ഭുതമാണത്. അതായത് ജീവന്റെ മേൽ അധികാരമുള്ളവനാണ് കർത്താവെന്ന്. ദൈവപുത്രനായി ഈ ഭൂമുഖത്ത് കടന്നു വന്നതിന് ഈ ഭൂമുഖത്തെ ആകാശത്തിൻ്റെ മേളിലും ഭൂമിക്ക് താഴെയുള്ള എല്ലാ കാര്യത്തിന്മേൽ അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുകയായിരുന്നു ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അവൻ ഈ അത്ഭുതം പ്രവർത്തിച്ചത് ജനങ്ങൾ കേട്ട് അവനെ എതിരേറ്റ് ചെന്നു. അതുകൊണ്ടാണ് ഒരു വലിയ ജനസമൂഹം അവിടെ വന്നത്. അതുകൊണ്ടാണ് ആ 12:19 പറയുന്നത് പോലെ പരീശന്മാർക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവനോടൊപ്പം ഇത്രയും ജനക്കൂട്ടമുണ്ട്, നാം ചെയ്തതെല്ലാം വ്യർത്ഥമായി, ഇവനെ ഇനി ഒരിക്കലും തടസ്സപ്പെടുത്തുവാൻ കഴിയില്ലെന്നൊക്കെ ചിന്തിച്ചത്. പക്ഷേ അതേ പരീശന്മാരാണ്, അതായത് രാജാതി രാജാവായി ഇവനെ പ്രക്ഷോഭിച്ചെന്ന് പറഞ്ഞ് റോമൻ ഗവൺമെന്റിനോട് പോയി പറയുന്നത്. അവിടുത്തെ ഗവൺമെന്റിനെതിരെയുള്ള പ്രവർത്തനമാണ് കർത്താവ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ ആക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ നാം കാൽച്ചൂടുകൾ വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും കാണും. പക്ഷേ ദൈവം കൂടെയുള്ളപ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുള്ളപ്പോൾ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനും കഴിയും.
പക്ഷെ ഇപ്രകാരം പരീശന്മാർ ചെയ്യുവാനിടയായത് അതിനെപ്പറ്റി യെശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:37-38 വായിക്കുമ്പോൾ, അവർ കാണുകെ അവൻ ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അവനിൽ വിശ്വസിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാനിടയായി. യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാനിടയായി. അത് മാത്രമല്ല, അത് മുമ്പോട്ട് വായിക്കുമ്പോൾ 39-40 വായിക്കുമ്പോൾ, അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികെയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ 2 രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഒന്ന്, നമ്മുടെ കണ്ണുകളെ തുറന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. അല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത്, കണ്ണ് കുരുടാക്കി ഹൃദയത്തിനെ കല്ലാക്കുന്ന അവസ്ഥ, അതായത് സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഏത് അവസ്ഥയിലേക്ക് നാം കടന്നു വരണമെന്ന് നമ്മുടെ കരങ്ങളിലുള്ളതാണ്. ഭയത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ഈ സാഹചര്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഭയം വിട്ട് ദൈവത്തിൻ്റെ സാക്ഷികളെ അനേകർ എഴുന്നേൽക്കുവാൻ വേണ്ടിയാണ്. ഭയത്തോടെ പ്രവർത്തിക്കുന്നവരല്ല, യോശുവയുടെ പോലെ ഉറപ്പും ധൈര്യമുള്ളവരായി മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയിരിക്കും. ആ കർത്താവിൻ്റെ ആഹ്വാനം കേൾക്കുവാൻ ഞാനും നിങ്ങളും ഒരുക്കപ്പെട്ടവരാണോ? ഈ നോയമ്പുകാലം പൂർത്തീകരിച്ച് ഉയർപ്പ് പെരുന്നാളിലേക്ക് നാം കടന്നു വരുമ്പോൾ, നാം ഉയർന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ വെളിച്ചമായി ലോകത്തിൽ അന്ധകാരമുള്ളവരുടെ അനേകരുടെ ജീവിതത്തിലെ വെളിച്ചം പകരുവാൻ നമ്മൾ ഒരുക്കപ്പെട്ടവരായി തീരുകയും കർത്താവിൻ്റെ മഹത്വം അനേകർക്ക് കാണിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കും. നമ്മുടെ തലകട വണക്കാം. സ്തുതിക്ക് കർത്താവ്, സ്തോത്രം ചെയ്ത കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ ശസ്ത്രസ്തുത അതൊരു പ്രാവശ്യം കൂടെ തന്നെ ജനത്തെ നയിക്കത്തക്കണം എത്രത്തോളം നീ സഹായിച്ചു കർത്താവ്. നോയമ്പുകാലത്തിൽ കർത്താവ് ഈ ദിവസങ്ങൾ അത്രയും ഞങ്ങളെ വഴി നിർത്തിയ നന്മൾക്കായ സ്തോത്രം. നിന്റെ വെളിച്ചമായി വരുവാൻ, ഉറപ്പും ധൈര്യമുള്ളവരെ മുന്നേറുവാൻ, അനേകരെ അടികളുടെ സാക്ഷ്യത്തിലൂടെ നിനക്ക് വേണ്ടി നേടുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരാണ്, കുറവുള്ളത് എങ്കിലും ബലപ്പെടുത്തുന്ന അങ്ങയുടെ ഭുജം ഞങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങളുടെ കർത്താവ് ഹൃദയങ്ങളെ കഠിനമാക്കുവാനല്ലെങ്കിലോ ഹൃദയങ്ങളെ മാംസലമാക്കി നിന്നെ സ്വീകരിച്ച് നിന്റെ വെളിച്ചം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനത്തിൻ്റെ പുറകുകൾ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെവികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് സ്വീകരിക്കാൻ എൻ്റെ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരും ശക്തീകരിച്ച് ബലപ്പെടുത്തി വഴി നടത്തുന്നത് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.